മരണത്തിനു മുമ്പ് നാം ഓരോരുത്തരും തയ്യാറാക്കി വെക്കേണ്ടുന്ന സുപ്രധാനമായ 2 കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും മരണം ഏത് സമയത്താണ് കടന്നു വരിക എന്ന് നമുക്ക് പറയുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഒട്ടും കാലതാമസമില്ലാതെ തന്നെ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ആ 2 കാര്യങ്ങൾ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. അതിനെ തുടർന്ന് 31, 32 ആയത്തുകളും ശ്രദ്ധേയമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. നിശ്ചയം ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ അവർ മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വ അബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 2 കാര്യങ്ങളുള്ള ആളുകൾക്ക് മരിക്കുമ്പോൾ സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത ലഭിക്കുമെന്നാണ്. അതിലൊന്ന് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയലാകുന്നു. ഇതേ ആശയം നമുക്ക് സൂറത്തുൽ അഹ്ഖാഫിലെ 13-ാമത്തെ ആയത്തിലും കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്താൽ അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, അവർക്ക് സങ്കടപ്പെടുകയും ചെയ്യേണ്ടതില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. അല്ലാഹുവിൻ്റെ റസൂലെ, ഇസ്ലാമിലെ ഒരു കാര്യം താങ്കൾ എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധമുള്ള ഒരു ഉത്തരം നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ഖുൽ ആമൻതു ബില്ലാഹ്, താങ്കൾ പറയുക ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പിന്നീട് ഫസ്തഖിം, നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുക. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യമാണ് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദയവ് ചെയ്ത് സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കണം. അതിലൊന്ന് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയലാണ്. എന്താണ് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ? ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. വബരിഉ മിനൽ ആലിഹത്തി വൽ അൻദാദ്, അല്ലാഹുവിന് പുറമെ മറ്റു ആരാധ്യന്മാരെ, മറ്റു നേർച്ചക്കാരെ, മറ്റു പ്രാർത്ഥിക്കപ്പെടുന്നവരെ സ്വീകരിക്കുന്നതിൽ നിന്നും അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നതിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിച്ചവരാണ്. അത്തരം ഏർപ്പാടിന് ഞങ്ങളില്ല എന്ന് പറയലാണത്. സഹോദരങ്ങളെ, അല്ലാഹുവിൽ ഒരിക്കലും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹുവിന് പങ്കുകാരില്ല. വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവൻ യാതൊരു പങ്കുകാരുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. എന്നാൽ ലോകത്ത് എപ്പോഴും അല്ലാഹു അല്ലാത്തവരെ കൂടി വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത് സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മാലി അദ്ഉക്കും ഇലൻ നജാതി വതദ്ഉനനി ഇലൻ നാർ, എന്തുപറ്റി ഞാൻ നിങ്ങളെ വിജയത്തിലേക്കാണ് വിളിക്കുന്നത്, നിങ്ങൾ എന്നെ നരകത്തിലേക്കും. തദ്ഉനനി ലി അക്ഫുറ ബില്ലാഹി വ ഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമുൻ വ അന അദ്ഉക്കും ഇലൽ അസീസിൽ ഗഫാർ, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളെ അള്ളാഹുവിൽ പങ്കു ചേർക്കാനാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാനാകട്ടെ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമായ അള്ളാഹുവിലേക്കാകുന്നു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികൾക്കെല്ലാവർക്കും അറിയാം വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ. എന്നാൽ അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യന്മാരുണ്ടോ? ഒരിക്കലുമില്ല തന്നെ. അതിനെ സംബന്ധിച്ച് യാതൊരു പ്രമാണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് പുറമെ
മറ്റുള്ള ആളുകളെ കൂടി പ്രാർത്ഥിക്കപ്പെടാൻ അർഹരായി അവർ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വലിയകളെ വിളിച്ചോളൂ, ഔലിയാക്കളെ വിളിച്ചോളൂ. അത് കടലിൽ നിങ്ങൾ മുങ്ങാൻ പോകുമ്പോഴാകട്ടെ, വിമാനത്തിൽ അത് പറക്കുമ്പോൾ വിമാനം തകരാറിലായ സന്ദർഭത്തിലാകട്ടെ, മറ്റ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ, അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും വലിയകൾക്കും അമ്പിയാക്കൾക്കും സാധിക്കും. അതുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ പോരിശകളും വലിപ്പങ്ങളും അവരുടെ കുവ്വത്തുകളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ അതിൽ എന്തെങ്കിലും പ്രമാണമുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതാണ് തദ്ഉനനീ ലിഅക്ഫുറ ബില്ലാഹി വ ഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമുൻ. എനിക്ക് യാതൊരു അറിവുമില്ലാത്ത വിഷയം, ഒരു പ്രമാണവുമില്ലാത്ത വിഷയം, നമുക്കാർക്കും അതിനെ സംബന്ധിച്ച് അറിയുകയില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രവാചകൻ മനസ്സിലാക്കി തന്നിട്ടില്ല. എന്നിട്ട് അത്തരം വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്കതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവരോടും വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോടും സഹായം തേടാമെന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ക്ഷണമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹാക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. അവരോടുകൂടി പ്രാർത്ഥിക്കുവാനും സങ്കടങ്ങൾ പറയുവാനുമുള്ള ആഹ്വാനമാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തിക്ക് ഇലാഹ് എന്ന് പേരിട്ടിട്ട് ഇന്ന വ്യക്തിയുടെ പേര് ഇലാഹാകുന്നു എന്ന് പറയുന്നതിനല്ല ഇലാഹ് എന്ന് പറയുന്നത്. അതൊരു ജിൻസിൻ്റെ പേരാണ്. അഥവാ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഇലാഹായിത്തീരും. അത് കല്ലാണെങ്കിലും മനുഷ്യനാണെങ്കിലും മരമാണെങ്കിലും. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ നേർച്ചക്കർഹനാണ്. വിപൽഘട്ടങ്ങളിൽ ഒരാളോട് വിളിച്ചു തേടിയാൽ അയാൾ സഹായിക്കും. ഇങ്ങനെ വിചാരിക്കപ്പെടുന്ന ആൾക്ക് മൊത്തത്തിൽ അറബി ഭാഷയിൽ പറയുന്ന പേരാണ് ഇലാഹ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആ നിലക്ക് സഹായം തേടപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്നവർക്കാണ് ഇലാഹുകൾ എന്ന് അറബികൾ പറഞ്ഞത്. അതല്ലാതെ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടിക്ക് പേരിടുന്നത് പോലെ ഇടുന്ന ഒരു പേരല്ല ഇലാഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നാം അള്ളാഹുവിന് പുറമെ ഇലാഹാക്കി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥയാക്കി. ഇത് ഉണ്ടാവരുത്. വഹ്ദഹു ലാ ശരീക ലഹ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പങ്കാളികളിൽ നിന്നും എല്ലാ ഇലാഹുകളിൽ നിന്നും മുക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിൽ ഒരു സൃഷ്ടിയെയും പങ്കുചേർക്കാതെ, അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷണങ്ങളും സൃഷ്ടികൾക്ക് നൽകാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയാണ്. സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്ന് പറഞ്ഞാലോ അലാ തൗഹീദില്ല, ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കലാണ്. വലം യഖ്ലിതു തൗഹീദല്ലാഹി ബിശിർക്കി ഗൈരിഹി ബി, ആ അള്ളാഹുവിനുള്ള തൗഹീദിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതെ മരിക്കുന്നത് വരെ നിലകൊള്ളലാണത്. വൻതഹു ഇലാ ത്വാഅതിഹി ഫീമാ അമറ വനഹ, അള്ളാഹു കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്ത വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ടും തൗഹീദിൽ ഒരു നിലക്കും കലർപ്പ് ഇല്ലാതെ, അതിലൊന്നും കൂട്ടിച്ചേർക്കാതെ, ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും നമ്മുടെ അഖീദയെ മുക്തമാക്കിയിട്ട് ശുദ്ധമായ തൗഹീദിൽ മരിക്കുന്നത് വരെ നിലകൊള്ളുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഏകത്വം ശരിക്കും മനസ്സിലാക്കി അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മാഉ വ സിഫാത്തിലും ശരിക്കും വിശ്വസിച്ച് മനസ്സിലാക്കി ഒരർത്ഥത്തിലും സൃഷ്ടികളിൽ ഒരാളെയും അതിൽ പങ്കു ചേർക്കാതെ എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കണം. രണ്ടാമത്തത്, പിന്നീട് മരിക്കുന്നത് വരെ പലരും ഷിർക്കിലേക്ക് ക്ഷണിക്കും, ഔലിയാക്കളിലേക്കും അമ്പിയാക്കളിലേക്കും മഹത്തുക്കളിലേക്കും ക്ഷണിക്കും. അതേപോലെയുള്ള ഷിർക്കിനുള്ള ആഹ്വാനങ്ങളെല്ലാം ഉണ്ടാകും. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളിൽ നിന്ന് അത് ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് തൗഹീദിൽ മരിക്കുന്നത് വരെ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ നിലനിർത്തിയാലാണ് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ്. അവർ പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലാ തഖാഫു മാ തഖ്ദമൂന അലൈഹി മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട. ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ടോ മഹ്ശറിലെ പരീക്ഷണങ്ങളെക്കുറിച്ചോ നിങ്ങൾക്കൊരു പേടിയും വേണ്ട. വലാ തഹ്സനു, അതേപോലെ തന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഏത് വിഷയത്തിൽ? അലാമാ ഖല്ലഫ്തും മിൻ ദുനിയാക്കും മിൻ അഹ്ലിൻ വ വലദിൻ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഇണകളെക്കുറിച്ച് ഒന്നും ബേജാറ് വേണ്ട. ഫ ഇന്നാ നഖ്ലുഫുക്കും ഫീ ദാലിക കുല്ലിഹി, അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നതാണ്.
അപ്പോൾ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചോ നിങ്ങൾക്ക് സങ്കടം വേണ്ടതില്ല, വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട എന്ന് കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും. ശേഷം നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന് മലക്കുകൾ പറയുമെന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ വലിയകൾ ഞങ്ങളായിരുന്നു. അഥവാ സത്യവിശ്വാസികളുടെ കൂട്ടുകാരായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാര്യങ്ങളെയെല്ലാം നോക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും ധാരാളം മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മനുഷ്യരെ സംരക്ഷിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മലക്കുകളെ അള്ളാഹു തുടരെ അയക്കുന്നു. അവർ സത്യവിശ്വാസികൾക്ക് പ്രത്യേക കൂട്ടുകാരായിരിക്കും. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ ഖുറനാഅകും ഫിൽ ഹയാത്തി ദുനിയ നുസദ്ദിദുകും വനുവഫിഖുകും. ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു, കരീനുകളായിരുന്നു ഞങ്ങൾ. സത്യനിഷേധികൾക്ക് പിശാചുക്കൾ കൂട്ടുകാരാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് മലക്കുകളായിരിക്കും. നിങ്ങളെ നേരെ ചൊവ്വെ നിലനിർത്തുകയും അതേപോലെ തന്നെ സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന രൂപത്തിൽ നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. വനഹ്ഫദുകും ബി അംരില്ലാ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചിരുന്നു. വകദാലിക നകൂനു മഅകും ഫിൽ ആഖിറ. അപ്രകാരം പരലോകത്തും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നുനിസു മിൻകുമുൽ വഹ്ശത ഫിൽ ഖുബൂർ. ഖബറിലെ ഏകാന്തതയിൽ ആ മലക്കുകൾ സമാധാനം പറയും. വഇൻദൻ നഫ്ഖതി ഫിസ്സൂർ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ മഹ്ശറിലും അവർ കൂടെ ഉണ്ടാകും. വനു അമ്മിനുക്കും യൗമൽ ബഅസി വന്നുഷൂർ. അതേപോലെ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നാളിലും അവർ ഉണ്ടാകും. വനുജാവിസു ബിക്കും സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം അഥവാ ഖിയാമത്ത് നാളിലെ സിറാത്താണ് ഉദ്ദേശം. ആ സിറാത്തിലൂടെ കടക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. വനൂസിലുക്കും ഇലാ ജന്നാത്തിൻ നഈം. അനുഗ്രഹീതമായ സ്വർഗത്തിൽ നിങ്ങളെ നാം എത്തിക്കുമെന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അകമ്പടി എപ്പോഴും സത്യവിശ്വാസികൾക്കുണ്ടാകുമെന്നാണ്. പക്ഷേ രണ്ട് കാര്യം വേണം. തൗഹീദുള്ളവരായിരിക്കണം. ഷിർക്ക് ഒരു നിലക്കും സൃഷ്ടികൾ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരോട് സഹായം തേടാനോ ആഹ്വാനം ചെയ്യാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാകൂ. എങ്കിൽ മലക്കുകൾ നമ്മുടെ കൂടെ ഈ ലോകത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാളെ പരലോകത്തും അവർ തന്നെയാണ് ഉണ്ടാവുക. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ യഹുസ്സൂനഹും ഫിദ് ദുനിയ അലൽ ഖൈർ. ഖൈറുകൾക്ക് മലക്കുകൾ പ്രേരണ തരും. വയുസയ്യിനൂനഹു ലഹും. നന്മയെ മാത്രം അവർ ഭംഗിയാക്കി തോന്നിപ്പിക്കും. പിശാച് തിന്മയാണ് ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നതെങ്കിൽ മലക്കുകൾ നന്മയെ നമുക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു തരും. വയുറഹിബൂനഹും അനിശ്ശർ. മോശമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പേടി അവർ തോന്നിപ്പിച്ചു തരും. വയുഖ്ബിഹൂനഹു ഫീ ഖുലൂബിഹിം. ഹൃദയത്തിൽ തിന്മകളെക്കുറിച്ച് മോശമായൊരു ചിന്ത നമുക്കുണ്ടാക്കും. വയദുഊന അല്ലാഹ ലഹും. നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. വയുസബ്ബിതൂനഹും ഇൻദൽ മസാഇബി വൽ മഖാവിഫ്. ഭയപ്പാടിൻ്റെ മുസീബത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ അവർ നമ്മുടെ കൂടെ നിൽക്കും. വഖുസൂസൻ ഇൻദൽ മൗതി വശിദ്ദതിഹി. പ്രത്യേകിച്ചും മരിക്കുന്ന സന്ദർഭത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞത്, കൂട്ടം കൂട്ടമായി മലക്കുകൾ വരും. അതേപോലെ തന്നെ വൽ ഖബ്രി വലുൽമത്തിഹി. ഖബറിലും ഖബറിൻ്റെ ഇരുട്ടിലും അവരുണ്ടാകും. വഫിൽ ഖിയാമത്തി വ അഹ്വാലിഹ. ഖിയാമത്ത് നാളിലും അതിൻ്റെ പ്രയാസങ്ങളിലും വ അല സിറാത്ത്. സിറാത്തിലും എല്ലാം അവർ ഉണ്ടാകും. ആത്യന്തികമായ അവസാനം വഫിൽ ജന്നത്തി യുഹന്നിഊനഹും ബി കറാമത്തി റബ്ബിഹിം വയദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സത്യവിശ്വാസികൾക്ക് ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് കടന്നു വന്ന് സലാമുൻ അലൈക്കും ബിമാ സബറത്തും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, എത്ര നല്ല വീടാണ് ഇത് എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ആ സ്വർഗ്ഗലോകത്തെക്കുറിച്ച് പറഞ്ഞത് വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾ വിളിച്ചാവശ്യപ്പെടുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമൊക്കെ സ്വർഗത്തിലുണ്ട്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുവിൽ നിന്നുള്ളൊരു സൽക്കാരമാണ് അത് എന്നാണ്. അതിന് നമ്മൾ അർഹരായി തീരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദുള്ളവരാകണം. എല്ലാ നിലക്കും ഷിർക്കിനെ കയ്യൊഴിയണം. മരിക്കുന്നത് വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കണം. അവസാന ശ്വാസത്തിൽ വരെ നമ്മളെ വഴിതെറ്റിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, വ അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്താൻ ഇൻദൽ മൗത്ത്. മരണസന്ദർഭത്തിൽ പിശാച് എന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തൊടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിക്കാൻ,
ശുദ്ധമായ തൗഹീദിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയാൻ എല്ലാ നിലക്കുമുള്ള കുതന്ത്രങ്ങളുമായി പിശാചുക്കൾ ഉണ്ടാകും. അതിൽ വീണുപോകാൻ പാടില്ല. ഇപ്രകാരം ഒരാൾ തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരിക്കുന്നതുവരെ ജീവിക്കുകയും അങ്ങനെ മരണമാസന്നമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ വന്നുകൊണ്ട് ഈ സന്തോഷ വാർത്തകളെല്ലാം നൽകും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഒരാൾ വെറുത്താൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹുവും വെറുക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ നബിയല്ലാഹ് അകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണോ ഉദ്ദേശം? ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, കാരണം മരിക്കാൻ ഞങ്ങൾക്കൊക്കെ വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, എല്ലാവർക്കും മരണത്തെ ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കദാലിക്, അതല്ല ഉദ്ദേശം, അത് സ്വാഭാവികമാണ്. വലാകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി അഹബ്ബ ലിഖാ അല്ലാഹ് ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു. എന്നാൽ ഒരു മുഅ്മിനായ വ്യക്തി മരിക്കുന്ന, തൗഹീദുള്ള ഒരു വ്യക്തി മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചും അവൻ്റെ റിദ്വാൻ അള്ളാഹുവിൻ്റെ പ്രീതിയെക്കുറിച്ചും വജന്നതിഹി സ്വർഗത്തെക്കുറിച്ചുമൊക്കെ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ അഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ധൃതിയായിരിക്കും പിന്നെ വിശ്വാസികൾക്ക്. അവർക്കൊരു പേടിയും ഉണ്ടാവില്ല, ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹു ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹും ഇഷ്ടപ്പെടും. എന്നാൽ വ ഇന്നൽ കാഫിറ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖതി, എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത ഷിർക്ക് ചെയ്ത സത്യനിഷേധിയായ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും അവൻ്റെ കോപത്തെ സംബന്ധിച്ചുമുള്ള അറിയിപ്പുകളാണ് അയാൾക്ക് മലക്കുകൾ നൽകുക. അപ്പോൾ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അയാൾ ഭയപ്പെടും. അയാൾക്ക് ദുനിയാവ് വിട്ടുപോകുന്നതിൽ സങ്കടവുമുണ്ടാകും. പരലോകത്തെക്കുറിച്ചുള്ള ശക്തമായ പേടി കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അയാൾ മരിക്കുന്ന സമയത്ത് വെറുപ്പ് കാണിക്കും. വകരിഹല്ലാഹു ലിഖാഅഹു, അത്തരം ആളുകളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവും വെറുപ്പ് കാണിക്കും, അഥവാ അള്ളാഹു അവരെ വെറുക്കും എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പ് ലഭിക്കുന്നതാണ് ഷിർക്കും കുഫറും അതിന് തത്തുല്യമായ നിഫാഖും എല്ലാം കൊണ്ട് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് മലക്കുകളുടെ സന്തോഷ വാർത്തകളെല്ലാം കേട്ടുകൊണ്ട് മരിക്കാനും സ്വർഗത്തിൽ പോകുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ശരിയായ തൗഹീദുള്ള ആളുകളാവുക. എന്താണ് തൗഹീദ് എന്ന് ഖുർആനിലൂടെ സുന്നത്തിലൂടെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയേ മതിയാകൂ. അവിടെ ഒരിക്കലും അജ്ഞത നമുക്ക് പാടില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് കൃത്യമായി അറിയണമെന്നാണ്, കൃത്യമായി പഠിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. എങ്കിലേ നമുക്ക് എന്താണ് ഷിർക്ക്, ഷിർക്കിൻ്റെ മറ്റു ഇനങ്ങൾ എന്താണ്, ഒരു കാര്യം എപ്പോഴാണ് ഷിർക്കാവുന്നത് എന്നതിലൊക്കെ കൃത്യമായ ധാരണ വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കണം. അതില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന രൂപത്തിലുള്ള എല്ലാ ഷിർക്കൻ വിശ്വാസങ്ങളിലും ചെന്നു പതിക്കും. അത് പിശാചുക്കൾ ഉണ്ടാക്കുന്ന വളരെ വലിയ ഗൗരവമേറിയ കെണികളാണ്. ആ കെണികളിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഇങ്ങനെ തുടങ്ങിയിട്ട് മതത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇൽമ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം. തൗഹീദിനെക്കുറിച്ച് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. ഒരിക്കലെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ മാത്രം പോരാ, നിരന്തരമായി തൗഹീദിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. ഷിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും.